വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്റർ ബികോം അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ബ്രാഞ്ച് അക്കൗണ്ട്? എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. 3 മാർക്സിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ്. ഫസ്റ്റ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്താണെന്ന് നോക്കി. എ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് ദാറ്റ് എ ബിസിനസ് മെയിൻറ്റെയിൻസ് ടു റെക്കോർഡ് ഓൾ ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റിലേറ്റ്സ് ടു ഇറ്റ്സ് ബ്രാഞ്ച് ഓഫീസസ്. എന്താണ് ബ്രാഞ്ച്? ഒരു ഫേമിന് ഡിഫറെൻറ്റ് പ്ലേസുകളിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണെന്ന് പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. It helps the head office, that means main office, to keep track of the performance, profits and position of each branch separately. ഓരോ ബ്രാഞ്ചുകളുടെ പെർഫോമൻസും പ്രോഫിറ്റും പൊസിഷൻ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബ്രാഞ്ച് അക്കൗണ്ട് ഉപയോഗിക്കുന്നു. Different types of branch accounts. There are mainly 3 types of branch account based on the control and activity of the branch. ബ്രാഞ്ച് അക്കൗണ്ടിന് മെയിനായിട്ട് 3 ഡിവൈഡ് ചെയ്യുന്നു. 3 ടൈപ്സാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്, സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്, തേർഡ് ഫോറിൻ ബ്രാഞ്ച് അക്കൗണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. ദ ബ്രാഞ്ച് ഈസ് ഫുള്ളി കൺട്രോൾഡ് ബൈ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും ഹെഡ് ഓഫീസ് കൺട്രോൾ ചെയ്യുന്നു. ദ ബ്രാഞ്ച് ഡസ് നോട്ട് കീപ്പ് ഇറ്റ്സ് ഓൺ ഫുൾ സെറ്റ് ഓഫ് അക്കൗണ്ട്സ്. ബ്രാഞ്ചിന് സ്വന്തമായി കംപ്ലീറ്റ് അക്കൗണ്ടിങ് എൻറ്റിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സ്വന്തമായി ഫുൾ സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ദ ഹെഡ് ഓഫീസ് സെൻഡ്സ് ഗുഡ്സ് ആൻഡ് മണി ആൻഡ് മെയിൻറ്റെയിൻസ് ഓൾ റെക്കോർഡ്സ്. ഹെഡ് ഓഫീസ് ഗുഡ്സുകളും മണിയും സെൻഡ് ചെയ്യുന്നു. എല്ലാ ഇൻഫർമേഷൻസ് ഹെഡ് ഓഫീസ് തന്നെ റെക്കോർഡ് ചെയ്യുന്നു. എക്സാമ്പിൾ, സ്മോൾ ബ്രാഞ്ചസ് ഓർ ഷോറൂംസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിന് എക്സാമ്പിൾ ആണെന്ന് സ്മോൾ ബ്രാഞ്ചസ് ആകാം അല്ലെങ്കിൽ ഷോറൂംസ് ആകാം. സെക്കൻഡ് ടൈപ്സ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. ദ ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ഓൺ ഫുൾ സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ലൈക്ക് എ സെപ്പറേറ്റ് ബിസിനസ്. ബ്രാഞ്ചിന് സ്വന്തമായി കംപ്ലീറ്റ് അക്കൗണ്ടിങ് സെറ്റ് ഓഫ് തന്നെ ഉണ്ട്. It prepares its own profit and loss account and balance sheet. അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൽ. ഓൺലി ഫൈനൽ റിസൾട്ട്സ് ആർ ഷെയർസ് വിത്ത് ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൽ നമ്മൾ ഫൈനൽ റിസൾട്ടാണെന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എക്സാമ്പിൾ, ലാർജ് ബിസിനസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റീസ് ഓർ കൺട്രീസ്. എക്സാമ്പിളായി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ലാർജ് ബിസിനസ്സിൽ ഡിഫറെൻറ്റ് സിറ്റീസ് ആകാം അല്ലെങ്കിൽ കൺട്രീസ് ആകാം. ഇനി തേർഡ്, ഫോറിൻ ബ്രാഞ്ച് അക്കൗണ്ട്. എ ബ്രാഞ്ച് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദി കൺട്രി. കൺട്രിയുടെ പുറത്തുള്ള ബ്രാഞ്ചുകളാണെന്ന് പറയുന്നത് ഫോറിൻ ബ്രാഞ്ച് അക്കൗണ്ടിൽ പെടുന്നത്. Next, he prepares accounts in the local currency and follow local rules. അവിടുത്തെ കറൻസിയിൽ അക്കൗണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. At the end of the year, the accounts are converted into the home country's currency and merged. ഇതിനുശേഷം മുഖ്യ ഓഫീസിൻ്റെ കറൻസിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട്സുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മെർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇയറിൻ്റെ എൻഡിങ്ങിൽ അക്കൗണ്ട്സ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് ഹെഡ് ഓഫീസിൻ്റെ കറൻസിയിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യ ഓഫീസിൻ്റെ കറൻസിയിൽ നിന്ന് അക്കൗണ്ട്സ് നമുക്ക് മെർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഫോറിൻ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടാണ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്, ഫോറിൻ ബ്രാഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ്. ഫസ്റ്റ് പോയിന്റ്, പേയ്മെൻറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്.
The total price is paid in parts over time, not all at once. നമുക്ക് ഹയർ പർച്ചേസ് എന്താ നമ്മൾ മുമ്പ് കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിനാണ് പേയ്മെൻറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം തുക ഒരുമിച്ച് നൽകേണ്ടതില്ല. ഈ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഫീച്ചറായി നമുക്ക് അത് തവണകളായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് ആർട്ടായിട്ട് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. സെക്കൻഡ് പോയിന്റ്, ഓണർഷിപ്പ് ട്രാൻസ്ഫേഴ്സ് ലേറ്റർ. നമുക്ക് ഓണർഷിപ്പ് ലേറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. ദ ബയർ ഗെറ്റ്സ് ദി പ്രോഡക്റ്റ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ഓണർഷിപ്പ് പാസസ് ഉള്ളി ആഫ്റ്റർ ദി ഫൈനൽ പേയ്മെൻറ്റ്. ഫൈനൽ പേയ്മെൻറ്റിന് ശേഷം പേ ചെയ്തതിന് ശേഷമാണ് ഓണർഷിപ്പ് നമ്മൾ പാസ് ചെയ്യുക. പക്ഷെ എന്താണ്, ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഗുഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡൗൺ പേയ്മെൻറ്റ്. യൂഷ്വലി ദ ബയർ മസ്റ്റ് പേ ആൻ ഇനിഷ്യൽ എമൗണ്ട് ഓർ ഡൗൺ പേയ്മെൻറ്റ് അറ്റ് ദി സ്റ്റാർട്ട്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്, ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ എന്ത് ഇനിഷ്യൽ പേയ്മെൻറ്റ് സ്റ്റാർട്ടിങ് നൽകുന്ന പേയ്മെൻറ്റിനാണ് ഇത് പറയുന്നത് ഡൗൺമെൻറ്റ്. ഇതാണിത് ഹയർ പർച്ചേസിൻ്റെ മറ്റൊരു ഫീച്ചറായി ഡൗൺ പേയ്മെൻ്റ് ആണ് ഹയർ പർച്ചേസിൻ്റെ ഫീച്ചറായി വരുന്നത്. നെക്സ്റ്റ്, ഫോർത്ത്, ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ്. ദ ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ഓഫൺ ഹയർ ദാൻ ദി ക്യാഷ് പ്രൈസ് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് ചാർജസ്. ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഹയർ പർച്ചേസിൽ. എന്താണെന്ന് നോക്കാം. ക്യാഷ് പ്രൈസിനേക്കാൾ റേറ്റ് കൂടുതലായിരിക്കും ഹയർ പർച്ചേസ് പ്രൈസിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അതിൽ എന്തുകൊണ്ടാണ് ക്യാഷ് പ്രൈസിനേക്കാൾ ഹയർ പർച്ചേസ് പ്രൈസ് വാല്യൂ കൂടുന്നത്? അത് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കൂടി ചാർജ് ചെയ്യുന്നതുകൊണ്ട്. നെക്സ്റ്റ് വേണ്ട റൈറ്റ് ടു യൂസ്. നമ്മുടെ റൈറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത്? ദ ബയർ ക്യാൻ യൂസ് ദി ഗുഡ്സ് വൈൽ പേയിങ് ഫോർ ദം. എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും അടയ്ക്കാം. അതുപോലെ സെല്ലർക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഗുഡ്സ് ബയർ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് യൂസ് ചെയ്യുന്നു. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, പോസിബിലിറ്റി ഓഫ് റീപൊസിഷൻസ് എന്താണെന്ന് നോക്കാം. ഇഫ് ദി ബയർ ഫെയിൽസ് ടു പേ, the seller has the right to take back the goods. ബയർക്ക് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ഫെയിലായാൽ സെല്ലർക്ക് എന്ത് ചെയ്യണം, ആ ഗുഡ്സ് ടേക്ക് ബാക്ക് എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റീപൊസിഷൻ പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ലാസ്റ്റ് വേണ്ട എഗ്രിമെൻറ്റ് ടേംസ്. എ ഫോർമൽ ലീഗൽ agreement is signed, details all conditions, payments, interest, repossession rules, etc. എന്താണ് എഗ്രിമെൻ്റ് ടേംസ്? അതൊരു ഫോർമൽ ലീഗൽ എഗ്രിമെൻ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അത് എന്തൊക്കെ കണ്ടീഷൻസ്, ഇൻസ്റ്റാൾമെൻറ്റ്, ഇൻട്രസ്റ്റ്, ഓണർഷിപ്പ് എന്നിവയുടെ കണ്ടീഷനോട് കൂടിയ ഒരു ഫോർമൽ ലീഗൽ എഗ്രിമെൻ്റ് ആണെന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന്. അതാണ് മറ്റൊരു ഫീച്ചേഴ്സ്. അപ്പോൾ 7 ഫീച്ചേഴ്സാണുള്ളത്. 7 പോയിൻ്റ് പഠിച്ചു വയ്ക്കുക. ഹയർ പർച്ചേസിൻ്റെ ഫീച്ചറാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞത്. നെക്സ്റ്റ്, റൈറ്റ് ദി അക്കൗണ്ടിങ് എൻട്രീസ് ടു ബി പാസ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് കൺസൈനർ അറ്റ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. നമ്മളുടെ കൺസൈനറുടെ ബുക്കിലെ അക്കൗണ്ടിങ് എൻട്രീസ് നമ്മൾ പാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. ഏത് പ്രൈസ് മെത്തേഡിലാണ്? കോസ്റ്റ് പ്രൈസ് മെത്തേഡിലാണ്. നമുക്ക് തന്നിരിക്കുന്ന ഫോളോയിങ് ട്രാൻസാക്ഷൻസ് നോക്കാം. എ പോയിന്റ്, ഫോർ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, നമുക്ക് എമൗണ്ട് തരാത്തതുകൊണ്ട് നമുക്ക് എമൗണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. നമുക്ക് എഴുതാം
for goods sent on consignment. particulars കോളം അണ്ടർലൈൻ ചെയ്യുക. എയുടെ ജനറയാണ്. ബി നോക്കാം. ഫോർ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ദി കൺസൈനി. കൺസൈനിൽ നിന്ന് അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ജേണൽ എൻട്രി എന്ന്. കൺസൈനറുടെ ബുക്കിലാണ് വരുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ല ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ബാങ്ക് ഓർ ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനി അക്കൗണ്ട്. ടു കൺസൈനി അക്കൗണ്ട്. നരേഷൻ. അഡ്വാൻസ് റിസീവ്ഡ്. അഡ്വാൻസ് received from consignee. particulars കോളം അണ്ടർലൈൻ ചെയ്യാം. സി ഓപ്ഷൻ നോക്കാം. ഫോർ സെയിൽസ് മെയ്ഡ് ബൈ ദി കൺസൈനി. കൺസൈനി മെയ്ഡ് സെയിൽ വരുമ്പോൾ നമുക്കറിയാം ജേണൽ എൻട്രി കൺസൈനി അക്കൗണ്ട് ഡെപ്റ്റർ to consignment account. To consignment account. Narration. For sales made by the consignee. particulars കോളം അണ്ടർലൈൻ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ.